സൂംബ ഡാൻസ് വിവാദത്തിൽ എതിർപ്പ് ശക്തമാക്കാൻ മുസ്ലിം സംഘടനകൾ ആഭാസങ്ങൾക്ക് നിർബന്ധിക്കുന്ന സൂംബ ധാർമ്മികതയ്ക്ക് വിരുദ്ധമെന്ന നിലപാടിലാണ് സമസ്തയും കാന്തപുരം വിഭാഗവും വിസ്ഡവും. ഇടതു സർക്കാർ ജെൻഡർ ന്യൂട്രാലിറ്റി സൂംബ വഴി ഒളിച്ചു കടത്തുകയാണെന്ന് SY സംസ്ഥാന സെക്രട്ടറി നാസർ ഫൈസി കൂടത്തായി ആരോപിക്കുന്നു. അതേസമയം നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സർക്കാർ. വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം ഇന്ന് ഉണ്ടായേക്കും. വിവരങ്ങളുമായി രതീഷ് വാസുദേവൻ ഈ വാർത്താ പ്രഭാതത്തിൽ നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് രതീഷ് വാസുദേവൻ. സൂംബ കളിക്കാനേ പാടില്ലാതെ ആഭാസമാണ് എന്നുള്ളതാണ് വിവിധ മുസ്ലിം സംഘടനകൾ പറയുന്നത്. സംസ്ഥാന സർക്കാർ എടുക്കുന്ന വളരെ ക്ലിയർ ആയിട്ടുള്ള നിലപാട് എന്താണ് എന്നുള്ളത് ഇന്ന് വ്യക്തമാകേണ്ടതുണ്ട്. കാരണം പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം ലഭ്യമായിട്ടില്ല. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ ലഹരി കുട്ടികളെ കൂടുതലായി ബാധിക്കുന്നു, അല്ലെങ്കിൽ കുട്ടികൾ അതിൻ്റെ വലിയ വലയിലാകുന്നു. അതെല്ലാം മാറ്റുന്നതിന് വേണ്ടി കായികമായി കുട്ടികളെ ഉത്തേജിപ്പിക്കുക എന്നുള്ളതായിരുന്നല്ലോ സർക്കാരിൻ്റെ ഒരു ലക്ഷ്യം. പക്ഷെ അതിങ്ങനെ ആയിപ്പോയി. ബിനിൽ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും വലിയ വിവാദങ്ങൾക്കാണ് വളരെ പോസിറ്റീവായ ഒരു ലക്ഷ്യം വെച്ച് ഉദ്ദേശിച്ച് തുടങ്ങിയ ഒരു പദ്ധതി അത്തരത്തിൽ വിവാദത്തിൽ പെടുന്നു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. നമുക്കറിയാം, ഈ കലാലയങ്ങളിലും മൊത്തം സ്കൂളുകളിലൊക്കെയുള്ള കുട്ടികളെ ശാരീരിക വ്യായാമത്തിലൂടെ അവരെ വളരെ സജീവമായി നിർത്തുക, അതിന് ഏത് തരത്തിലുള്ള വ്യായാമ മുറകൾ വേണം എന്ന ചർച്ചയ്ക്കിടയിലാണ് വളരെ യാദൃശ്ചികമായി മുഖ്യമന്ത്രി തന്നെ ഇത്തരത്തിൽ സൂംബ ഡാൻസ് ഇത്തരത്തിൽ സ്കൂളുകളിൽ നടപ്പാക്കിയാൽ അത് കൂടുതൽ രസകരമാവും, കുട്ടികൾക്ക് യോജിക്കുന്നതല്ലേ എന്ന നിർദ്ദേശം വയ്ക്കുകയും, നമുക്കറിയാം കോഴിക്കോട് തോട്ടുമുക്കം GLP സ്കൂളാണ് പ്രവേശനോത്സവത്തിൽ സംസ്ഥാനത്ത് ആദ്യമായി ഇത്തരത്തിൽ സൂംബ ഡാൻസ് പ്രവേശനോത്സവത്തിൽ ദിവസം നടത്തുന്നു. അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ്, സ്കൂൾ അധ്യാപകരൊക്കെ ആ സൂംബ ഡാൻസിൽ പങ്കെടുത്തുകൊണ്ട് അത്തരത്തിൽ ഒരു വലിയ ആവേശത്തോടു കൂടി ആ പരിപാടി അവതരിപ്പിക്കുന്നു. പിന്നീട് വരും ദിവസങ്ങളിൽ കണ്ടത് സംസ്ഥാനം മുഴുവൻ അത്തരത്തിൽ ആ പരിപാടിയെ മാതൃക പിന്തുടരുകയാണ് ചെയ്തത്. കഴിഞ്ഞ 26-ാം തീയതി ലഹരി വിരുദ്ധ ദിനത്തിൽ അത് വ്യാപകമായി ഇത്തരത്തിൽ ഈ വ്യായാമമുറ ആ രീതിയിൽ പരിശീലിപ്പിക്കപ്പെടുന്നു, അതിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന സാഹചര്യം കൂടി ഉണ്ടായി. ഈ ഘട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം മുസ്ലിം സംഘടനാ നേതാക്കൾ ഇത്തരത്തിൽ വിമർശനവുമായി രംഗത്തെത്തിയത്. ഇത് മുമ്പ് ഇടതുപക്ഷ സർക്കാർ തന്നെ മുന്നോട്ട് വെച്ച ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന സംവിധാനം, ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ച് ഒരേ ക്ലാസ്സിലിരുന്ന് ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുന്ന ഒരു ജെൻഡർ ന്യൂട്രാലിറ്റി, അതുമാത്രമല്ല യൂണിഫോമിൽ ഉൾപ്പെടെ ഒരു ഏകതാനത വരുത്തുക എന്ന ആ സമീപനം, അത് ഒളിച്ചു കടത്താനുള്ള ശ്രമമാണ് സൂംബ ഡാൻസിലൂടെ എന്ന ആക്ഷേപവുമായി SYSൻ്റെ നേതാവ് ഒക്കെ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ കാന്തപുരം വിഭാഗവും ഈ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തി. വിസ്റ്റം ഇത്തരത്തിൽ ആഭാസമായ ഒരു വ്യായാമമുറ അത് അടിച്ചേൽപ്പിക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തുകയുണ്ടായി. എന്തായാലും വലിയ വിവാദങ്ങളിലേക്കാണ് പോകുന്നത്. എന്തായാലും വളരെ ലഘുവായി കുട്ടികൾക്കേറെ ഉന്മേഷത്തോടെ ക്ലാസ്സുകളിലിരിക്കാനും മറ്റ് പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ഒക്കെ ഉദ്ദേശിച്ച് തുടങ്ങിയ, അല്ലെങ്കിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച ഈ സൂംബ എന്ന നൃത്തം വലിയ തരത്തിൽ വിവാദമായിരിക്കുകയാണ്. ലോകത്താകമാനം വലിയ തരത്തിൽ 15 മില്യണിലധികം ആളുകൾ പരിശീലിക്കുന്ന, അല്ലെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ എല്ലാ ദിവസവും പ്രായോഗികമായി ഇത് ഉപയോഗപ്പെടുത്തുന്ന ഒരു പാശ്ചാത്യ രാജ്യങ്ങളിൽ ആരംഭിച്ചു, അല്ലെങ്കിൽ അതിൻ്റെ വേരുകൾ ആഫ്രിക്കയിലേക്ക് ഉൾപ്പെടെ നീണ്ടു കിടക്കുന്നുണ്ട്, പല ഭാഗങ്ങളിൽ നീണ്ടു കിടക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഇതെത്തിയിട്ട്, കേരളത്തിലെത്തിയിട്ട്, നമ്മുടെ നാട്ടിൻപുറങ്ങളിലെത്തിയിട്ട് ഒരുപാട് നാളുകളായി. സൂംബ പരിശീലിപ്പിക്കുന്നതിനുള്ള നിരവധി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഡാൻസ് സെൻറ്ററുകൾ ഉൾപ്പെടെ നമ്മുടെ നാടിൻ്റെ മുക്കിലും മൂലയിലും ഉണ്ട്. ഒരു ചെറു പട്ടണത്തിൽ ഒന്ന് വീതമെങ്കിലും കുറഞ്ഞതുണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. രതീഷിനെ ബന്ധപ്പെട്ട ആരെങ്കിലും ഈ സൂംബ പരിശീലിച്ചിട്ടുണ്ടോ രതീഷ്? എൻ്റെ സുഹൃത്തുക്കളൊക്കെ തന്നെ സൂംബ പരിശീലിച്ചിട്ടുണ്ട്. ഇത് മറ്റ് വ്യായാമ മുറകളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ജിംനേഷ്യത്തിലൊക്കെ പോകുന്നതിൻ്റെ അപ്പുറത്ത് വേറൊരു തരത്തിൽ അത്തരം മടികളുള്ള ആളുകൾക്ക് ഈ ജിംനേഷ്യത്തിലൊക്കെ റെഗുലറായി പോകാനും അത്തരം പ്രായോഗികമായി ഒരു മടുപ്പ് തോന്നുന്ന ആളുകളെ ഇത്തരത്തിൽ വ്യായാമ രീതികളിലേക്ക് ആകർഷിക്കാൻ സൂംബ വളരെയധികം പ്രയോജനപ്രദമാണെന്നാണ് ഇതിൻ്റെ പരിശീലനം. തീർച്ചയായും രതീഷ്, ഞാനത് ചോദിക്കാൻ കാരണം, ഞാൻ പണ്ട് മുംബൈയിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് ഞാനും കുറച്ച് നാൾ സൂംബ പരിശീലിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടില്ല. എന്തായാലും വളരെ നന്ദി. രതീഷ് വാസുദേവനാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേർന്നത്. ഈ പറയുന്നത് പോലെയൊന്നും അല്ല എന്നുള്ളതാണ്
ഇതിൻ്റെ വസ്തുത എന്ന കാര്യം പ്രേക്ഷകർക്ക് ഇതിനോടകം തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ സംസ്ഥാന സർക്കാർ വളരെ പോസിറ്റീവായി കുട്ടികൾക്ക് വേണ്ടി തുടങ്ങിയ ഒരു പദ്ധതിയായിരുന്നു. പക്ഷേ അതിൻ്റെ ഗതി ഈ വിധത്തിലായി. അതിൻ്റെ ഗതി ഏത് വിധത്തിൽ പോകും എന്ന കാര്യം സംസ്ഥാന സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ അതൊരു വിവാദത്തിലേക്ക് വലിച്ചിട്ടിരിക്കുകയാണ് ഇപ്പോൾ വിവിധ സംഘടനകൾ.